കുമ്പളങ്ങ വറുത്തരച്ച് കൂട്ടാൻ വയ്ക്കാൻ പോവുക. എൻ്റെ ചെറുപ്പത്തിലെയൊക്കെ കൂട്ടാൻ വെച്ചിട്ടുള്ളതാണിത്. ഈ കുമ്പളങ്ങി കൂട്ടാൻ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല രസമാണ്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. അധികം മൂക്കാത്ത കുമ്പളങ്ങി എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് പകുതി എടുക്കുക, എന്നിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിന് മുളക് പൊടി, ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, 2 വേപ്പില, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം ചേർക്കണ്ട. കുമ്പളങ്ങി വെന്ത് വരുമ്പോഴേക്കും അരപ്പിനുള്ള നാളികേരം നമ്മൾക്ക് വറുത്തെടുക്കാം. ചീനച്ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ നാളികേരം ചേർത്ത് കൊടുക്കാം. ഒരു നാളികേരത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. നാളികേരം ചെറിയ തീയിലിട്ട് നന്നായി വറുത്തെടുക്കണം. നന്നായി ചോക്ക വറുത്തെടുത്ത നാളികേരത്തിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. കുമ്പളങ്ങി കഷ്ണങ്ങളിലൂടെ വെന്ത് വന്നിട്ടുണ്ട്. കുമ്പളങ്ങി കഷ്ണം വെന്ത് വെള്ളം വറ്റി ഈ പരുവത്തിലായിരിക്കണം. ഇനി നമുക്ക് വറുത്ത് വെച്ച നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ജാറിലൊഴിച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ കേട്ടോ. തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എവിടെ കിടന്നൊന്ന് പാകാവട്ടെ. ഇത് കുമ്പളങ്ങി കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇനി വാങ്ങി വയ്ക്കട്ടെ. കടുക് പൊട്ടിക്കുന്നില്ല. ഉള്ളി, വറ്റൽമുളക്, വേപ്പില ഇത് വറുത്തിടാം. ഉള്ളി, വറ്റൽമുളക്, വേപ്പില മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങി കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.